കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്ത ദിവസമാണിന്ന്. എല്ലാത്തിനെയും തോൽപ്പിച്ച് ഒരിക്കലും മരണമില്ലാത്തവനായി നിത്യകാലം എന്നോടൊപ്പമുള്ള എൻ്റെ കർത്താവിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിറമനസ്സോടെ ആയിരിക്കാനുള്ള ഒരവസരം. ഫുൾട്ടൻ ജേഷ്യൻ പറയും, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിവാണ് ക്രിസ്തുവിൻ്റെ കല്ലറ. ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത വണ്ണം, ആരും വിശ്വസിക്കത്തക്ക വിധം അത്രമാത്രം അസന്നിഗ്ധമായി ദൈവപിതാവ് പ്രഖ്യാപിച്ച ഒരു സത്യമാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം. കർത്താവിൻ്റെ ഉത്ഥാനത്തെ സ്മരിക്കുന്ന ഈ ദിവസം, അവൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ നാം സമ്പൂർണമായി പങ്കുചേരുന്ന ഈ സുദിനം നമ്മൾ ചിന്തിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ കൗതുകകരമായ ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റും. ആഴ്ചയുടെ ആദ്യ ദിവസം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 20-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. 20-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ യോഹന്നാൻ എഴുതും, മറിയം കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഈ പെണ്ണ് എന്തുകൊണ്ടാണ് അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയിങ്കിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് കല്ലറയുടെ മുമ്പിൽ അവൾ കരഞ്ഞുകൊണ്ട് നിന്നത്? ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ചീഞ്ഞളിഞ്ഞ് കിടക്കുമ്പോഴും അവനോട് അവൾക്ക് സ്നേഹമായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും അവൻ അടുക്കി പിടിച്ച അവൻ്റെ ശിഷ്യപ്രഭൃതികളൊക്കെ പേടിച്ച് വിറച്ച് സെഹിയോൻ ഊട്ടുശാലയിൽ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ ഈ പെണ്ണൊരുത്തി ഓടിയെന്ന പറയുക. വെളുപ്പാങ്കാലത്ത് അത്രമാത്രം വലിയ പ്രശ്നങ്ങൾ നാട്ടിൽ സംഭവിക്കുമ്പോൾ ചുറ്റുപാടും പട്ടാളക്കാരുടെ സജീവ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പായിരുന്നിട്ടും അവൾ ഓടി. അവളുടെ പ്രിയപ്പെട്ടവൻ്റെ കല്ലറയെ ലക്ഷ്യം വെച്ചാണ് ഓടിയത്. അവിടെ ചെന്നിട്ടും അവൾ ചെയ്തത് ചുമ്മാ അവൻ്റെ കല്ലറയുടെ മുമ്പിൽ കരയായിരുന്നു. എന്തുകൊണ്ട് അവൾ ഓടിയേ? എന്തുകൊണ്ട് അവൾ എല്ലാം മറന്നേ? എന്തുകൊണ്ടാണ് എന്ത് പ്രശ്നവും ഏറ്റെടുക്കാൻ അവൾ ധൈര്യപ്പെട്ടത്? മറ്റൊരു സ്ത്രീയുണ്ട്, കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ തുവാലയുമായിട്ട് വന്നവള്. സ്നേഹം പ്രതിബന്ധം അറിയണില്ല, പരമാർത്ഥ ഹൃദയർ അവർത്തെ കാണുമെന്നൊക്കെ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഈ പരമാർത്ഥ ഹൃദയം എന്താണ്? എങ്ങനെയുള്ളവർക്കാണ് അവൻ്റെ തിരുമുഖത്തിൻ്റെ ദർശനം കിട്ടുക? എങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് അവൻ ഉയർപ്പിക്കപ്പെടുക എന്ന് നമ്മൾ ധ്യാനിക്കണം, മനസ്സിലാക്കണം. മഗ്ദലേന മറിയം നമ്മോട് പറയുന്ന വലിയൊരു സന്ദേശമുണ്ട്. അവളൊക്കെ കണ്ടതാ. അവൾ അവൻ്റെ വിസ്മയങ്ങളായ അത്ഭുത പ്രവൃത്തികൾ കണ്ടതാ. അവൾ അവൻ്റെ ഹൃദയം തുളയ്ക്കുന്ന സന്ദേശങ്ങൾ കേട്ടതാ. വീണ്ടെടുക്കലിൻ്റെ, സ്വന്തമാക്കലിൻ്റെ, പുനർജീവനത്തിൻ്റെ ഒക്കെ അനുഭവങ്ങൾ അവൾ അനുഭവിച്ചതാ. അതോടൊപ്പം അവൾക്ക് കിട്ടിയ ജീവിതത്തിൻ്റെ മറ്റു ചില മറുവശങ്ങളുണ്ട്. താൻ ഏറ്റവും കൂടുതൽ പ്രത്യാശ വെച്ചവൻ, ഏറ്റവും വലിയ ആപത്തിൽ നിന്ന് തന്നെ വീണ്ടെടുത്തവൻ,
എന്തും ചെയ്യാൻ കരുത്തുള്ളവൻ, സത്യദൈവത്തിൻ്റെ ശക്തിയുള്ള പുത്രനാണെന്ന് മനുഷ്യ സമക്ഷം പ്രഖ്യാപിക്കപ്പെട്ടവൻ, അതിന് ആവശ്യത്തിലധികം തെളിവ് കൊടുത്തവൻ, വിശുദ്ധ കുരിശിൽ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കണതും അവൾ കണ്ടതാ. പട്ടാളക്കാര് അവനെ എടുത്തിട്ട് തൊഴിക്കണത്, ക്രൂരന്മാരായ സൈനികര് അവൻ്റെ മുതുകിലും ശരീരത്തിലും ഉഴുത് മറിക്കണത്, എല്ലാവരാലും പരിഹാസ്യതനായി കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് നിസ്സഹായനായി അവൻ പോകുന്നത്, ക്രൂരമായ കുരിശ് മരണത്തിന് അവൻ വിധേയനാവണത്, വിശുദ്ധ കുരിശിൽ തൂങ്ങിക്കിടന്ന് ദൈവമേ നീ പോലും എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് ഗദ്ഗതപ്പെട്ട് അവൻ മരിക്കണത് ഒക്കെ അവള് കണ്ടതാ. കുരിശിൽ നിന്ന് മറിയത്തിൻ്റെ മടിയിലേക്ക് മലർത്തി കിടത്തിയ അവളുടെ ഗുരുവിൻ്റെ ശരീരത്തിൻ്റെ തണുപ്പ് മുഴുവനും തൊട്ടു നോക്കിയവളാ മറിയം. അരിമത്തിയാക്കാരൻ്റെ കല്ലറയില് ഭദ്രമായി സംസ്കരിക്കപ്പെട്ട് അതിന് മുകളിൽ ശക്തിയുള്ള വലിയ ഒരു കല്ല് ഉരുട്ടി വയ്ക്കപ്പെട്ട് അവൻ്റെ മൃതദേഹം എന്നേക്കുമായി നാശത്തിലേക്ക് തള്ളി ഇടപ്പെടുന്നത് അവള് കണ്ടതാ. എന്നിട്ടും പിന്നെന്തിനാ ഈ പെണ്ണൊരുത്തി വെളുപ്പിനെഴുന്നേറ്റ് ഓടിയത്? യോഹന്നാൻ പറയും, അവളുടെ ഹൃദയത്തിൽ നിറയെ സ്നേഹമായിരുന്നു, അവളുടെ മനസ്സ് നിറയെ വിശ്വാസമായിരുന്നു. തൻ്റെ ദൈവം, തൻ്റെ പ്രിയപ്പെട്ടവൻ എപ്രകാരമുള്ള ഒരു ജീവിത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, എല്ലാവരാലും പരിഹാസിതനായി വിശുദ്ധ കുരിശിൽ അവൻ തൂങ്ങി മരിച്ചാലും, എല്ലാവരും അവനെ പരിഹസിച്ച് തള്ളിപ്പറഞ്ഞാലും, ദൈവം പോലും വിട്ടുപേക്ഷിച്ചെന്ന് അവൻ പോലും ഏറ്റു ചൊല്ലിയാലും അവനെ സ്നേഹിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതാണ് ആ പെണ്ണൊരുത്തി ഓടിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അവൻ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് കിടന്നാലും അവനെ എനിക്കിഷ്ടമാണെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കല്ലറയുടെ മുമ്പിൽ സ്നേഹത്തിൻ്റെ കണ്ണീര് അവൾ പൊഴിച്ചത്. ഇതാണ് മറിയം മഗ്ദലനയുടെ ജീവിതം. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് ദൈവം കൈവിട്ടു എന്ന് നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ, ചില മരണതുല്യമായ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ വിശ്വാസം പോലും പിടിവിട്ടു പോകുമ്പോൾ, എന്തിനാ കർത്താവേ ഇങ്ങനെ വേദന? നീ എവിടെ പോയി കിടക്കുക? ഇത്രയും നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്താ എന്നെ ഉപേക്ഷിച്ചത് എന്നൊക്കെ നമുക്കും ചോദിക്കാൻ തോന്നും. നമ്മൾ ചോദിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവം നിനക്ക് മരിച്ചവനെ പോലെയാകുമ്പോ, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ മരിച്ചുപോയി എന്ന് നീ ചിന്തിക്കുമ്പോ, സമസ്ത വിശ്വാസവും നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത വേദനകളുടെ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോ നിനക്ക് പറയാൻ പറ്റുമോ, സ്റ്റിൽ ഐ ലവ് മൈ ലോർഡ്, ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിൽ വിശ്വസിക്കണു, ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിനെ സ്നേഹിക്കണമെന്ന്? അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുക. അപ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക് ഉയിർപ്പിൻ്റെ സന്ദേശവുമായി അവൻ കടന്നു വരിക. പണ്ടെന്നോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മറിയത്തിൻ്റെ ഈ കരച്ചിലാണോ, അവളുടെ ഈ സ്നേഹമാണോ കല്ലറയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നത്? അവളുടെ നിലവിളി കേട്ടിട്ട് അവളെ ആശ്വസിപ്പിക്കാനും അവളുടെ കണ്ണീരൊപ്പാനും ആണോ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തെത്തിയത്? ചിലപ്പോൾ അങ്ങനെ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്കും കടന്നു വരും. നിന്റെ ജീവിതത്തിൻ്റെ വേദനകളിലും
നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും നിന്റെ കർത്താവിൽ വിശ്വസിക്കാനും അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും നിനക്ക് പറ്റിയാൽ ഈ അത്ഭുതം നിന്റെ ജീവിതത്തിലും നടന്നിരിക്കും. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ മനോഹരമായ വരികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. നമ്മൾ കേട്ടിട്ടുള്ള വരികൾ തന്നെയാണ്. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം ഹബക്കുക്ക് പ്രവാചകൻ 17-ാമത്തെ തിരുവചനത്തിൽ എഴുതും, അത്തിവൃക്ഷം പൂക്കണില്ലെങ്കിലും. മനോഹരമാണ് ആ വചനം. എന്തോരം കേട്ടാലും മതിവരാത്ത വചനം. അത്തിവൃക്ഷം പൂക്കണില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാണ്ടായാലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതെ പോയാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെന്നായാലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാണ്ടായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, കാലികൾ തൊഴുത്തിൽ അറ്റുപോയാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ പ്രത്യാശിക്കും. മഗ്ദലന മറിയം നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഔന്നത്യമാണത്. ദൈവം പോലും കൈവിട്ടുപോയി എന്ന് നിലവിളിച്ചവനെ, എല്ലാവരും ദ്രോഹി എന്ന് മുദ്രകൊത്തി ആക്ഷേപിച്ചവനെ, വിശുദ്ധ കുരിശിൽ നിസ്സഹായനായി പെടഞ്ഞു മരിച്ചവനെ, ഇനി ഒരിക്കലും പുറത്തു വരില്ലെന്ന് ഉറപ്പ് വരുത്തി കനമുള്ള കല്ലിനാൽ മുദ്ര കുത്തപ്പെട്ടവനെ, അടച്ചു വയ്ക്കപ്പെട്ടവനെ ഞാൻ സ്നേഹിക്കണു, ഞാൻ വിശ്വസിക്കണു. എൻ്റെ കർത്താവേ, എപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് വന്നാലും, എപ്പോഴൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞാൻ തളർന്നു പോയാലും, എല്ലാവരാലും ഞാൻ തിരസ്കൃതനാകുമ്പോഴും, എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെടുമ്പോഴും, നീ എൻ്റെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ സ്നേഹിക്കാൻ നീ എന്നെ പഠിപ്പിക്കണം, നീ എന്നെ അനുഗ്രഹിക്കണം. അത് ജീവിതത്തിന് വലിയ ബലമാണ്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവിലുള്ള എൻ്റെ പ്രത്യാശയെ നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താം. മഗ്ദലനയെ പോലെ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം, അവനിൽ പ്രത്യാശ അർപ്പിക്കാം. നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളിൽ ഞാൻ നിൻ്റെ കല്ലറയുടെ മുമ്പിൽ വരുന്നു. നീ ക്രൂശിതനാണെങ്കിലും, നീ തള്ളിപ്പറയപ്പെട്ടവനും തകർക്കപ്പെട്ടവനുമാണെങ്കിലും, കല്ലറയിൽ അടക്കപ്പെട്ടവനെങ്കിലും, നിന്നെ എനിക്കിഷ്ടമാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പ്രത്യാശയോടെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വവുമായി, നിന്റെ മഹത്വത്തിൻ്റെ സന്തോഷവുമായി എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നീ വരിക. നിനക്ക് മാത്രമേ എന്നെ ആശ്വസിപ്പിക്കാനാകൂ. നിനക്ക് മാത്രമേ എനിക്ക് സന്തോഷം പകരാനൊക്കൂ. എൻ്റെ കർത്താവ് എന്നോടൊപ്പം നിത്യകാലം ജീവിക്കുന്നവനാണെന്ന തിരിച്ചറിവ് എന്ത് വലിയ ബലമാണ് തമ്പുരാനെ എനിക്ക് തരണത്. നീ മരണത്തെ പരാജയപ്പെടുത്തിയവനാണെന്ന്, നീ ഉദ്ധാനം ചെയ്ത കർത്താവാണെന്ന്, നീ എല്ലായ്പ്പോഴും സജീവനായി എന്നോടൊപ്പമുണ്ടെന്ന് എനിക്ക് നീ ബോധ്യം തരണേ. എന്നെ നീ ബലപ്പെടുത്തണേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ പ്രിയപുത്രനോടൊപ്പം ഉയർപ്പിക്കപ്പെടാൻ അമ്മയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ജീവിതത്തെയും ഞാൻ സമർപ്പിക്കുന്നു. ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പാപിയായ എന്നെയും അമ്മേ നീ കൂട്ടിക്കൊണ്ടു പോകണേ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ,
താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. ആമേൻ.